തദ്ദേശ പോരിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണത്തിന് ആവേശോജ്വല കൊട്ടിക്കലാശം. നാടും നഗരവും ഇളക്കി മറിച്ച് വോട്ടുറപ്പിക്കലിന്റെ ഓട്ടപ്പാച്ചിൽ. ജില്ലാ കേന്ദ്രങ്ങളിലും വാർഡുകൾ കേന്ദ്രീകരിച്ചും മുന്നണികളുടെ ശക്തിപ്രകടനം. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. നടി ആക്രമിച്ച കേസിൽ ചരിത്രവിധി നാളെ. അന്വേഷണത്തിന്റെ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് മലയാളം. പ്രതികളായ ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയത് 7 ഇടങ്ങളിൽ. ഇരുവരും സാമ്പത്തിക ഇടപാട് നടത്തിയതിന് തെളിവ്. ഗോവയിൽ വെച്ച് നടിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നെന്നും അന്വേഷണ സംഘം. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് നടത്തിയത് സിനിമാ സ്റ്റൈൽ പ്ലാനിംഗ് എന്ന അന്വേഷണ സംഘം. തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ദിലീപിനെ പൂട്ടണമെന്ന പേരിൽ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ മഞ്ജു വാര്യരുടേതടക്കം വ്യാജ പ്രൊഫൈലുകൾ. സാക്ഷികളെ സ്വാധീനിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തിയെന്നും അന്വേഷണ സംഘം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടന്നാക്രമണം തുടർന്ന് മുഖ്യമന്ത്രി. മുൻപ് നിരോധനം ആവശ്യപ്പെട്ട UDFന് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തങ്കക്കുടം. തന്നെ കാണാനെത്തിയപ്പോൾ മുഖത്ത് നോക്കി വിയോജിപ്പ് പറഞ്ഞു. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ. അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. കൂടിക്കാഴ്ചയിൽ പിണറായി ആവശ്യപ്പെട്ടത് വോട്ട് തന്നെയെന്ന് ജമാഅത്തെ ഇസ്ലാമി. പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്ന് സാദിഖ് അലി തങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള വെളിപ്പെടുത്തലിൽ SITക്ക് മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല. ബുധനാഴ്ച മൊഴി നൽകും. പിന്നിലുള്ള റാക്കറ്റിനെ കുറിച്ച് അറിവുള്ളയാൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ചെന്നിത്തല. ED അന്വേഷണം ആവശ്യപ്പെടുന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളെന്ന് മുഖ്യമന്ത്രി. മാധ്യമങ്ങൾക്കെതിരായ കടക്കുപുറത്ത് പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. വിളിച്ചിടത്ത് മാത്രമേ പോകാവൂ എന്ന് പിണറായി. ഒന്ന് പുറത്ത് കടക്കണമെന്നാണ് പറഞ്ഞതെന്നും മയപ്പെടുത്തൽ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല, നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. കേരളത്തിലെ MP-മാരുടെ പ്രകടനത്തിൽ സംവാദത്തിനുള്ള KC വേണുഗോപാലിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി. ശശി തരൂരിന് ചോറ് കോൺഗ്രസിലും കൂറ് BJPയിലുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിശിത വിമർശനം. തരൂർ BJPയിലേക്ക് പോയാൽ കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല. പുറത്താക്കി രക്തസാക്ഷി പരിവേഷത്തോടെ പോകാമെന്ന ചിന്ത വേണ്ടെന്നും ഉണ്ണിത്താൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാം ബലാത്സംഗ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. കേരളത്തിന് പുറത്തുള്ള അതിജീവിതയെ കാണാൻ അന്വേഷണ സംഘം ഉടൻ തിരിക്കും. മൊഴിയെടുത്ത ശേഷം മാത്രം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ. മാങ്കൂട്ടത്തിലിന്റെ ഒളിവു ജീവിതം 11ാം ദിനത്തിൽ. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനത്തിൽ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകൾ നടത്തിയ പരാമർശത്തെ ചൊല്ലി വൻ ചർച്ച. ഫാത്തിമ നർഗീസിനെ തള്ളി സമസ്ത AP വിഭാഗം. സ്ത്രീകൾ വീടും പരിസരവും ആരോഗ്യകരമായി പരിപാലിക്കേണ്ടവർ എന്ന് റഹ്മത്തുള്ള സഖാഫി. മക്കളെ ലിബറൽ പരിസരങ്ങളിൽ മേയാൻ വിട്ടെന്ന് മുനവ്വർ അലി തങ്ങൾക്ക് കൊട്ട്. ചില അഭിപ്രായം മാത്രം വേറിട്ട് കണ്ട് ചർച്ചയാക്കേണ്ടെന്ന് സാദിഖ് അലി തങ്ങൾ. പാലക്കാട് തിരുമിറ്റക്കോട് തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ കണ്ടെത്തി. തടവിൽ പാർപ്പിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയത് തട്ടിക്കൊണ്ടുപോയവർ മദ്യലഹരിയിൽ മയങ്ങിയപ്പോൾ. മുഹമ്മദ് അലി നേരിട്ടത് അതിക്രൂര മർദ്ദനം. അതിക്രമത്തിന് പിന്നിൽ നീലഗിരിയിൽ കോളേജ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കമെന്ന സൂചന. കൊല്ലം കുരീപ്പുഴയിൽ വൻ തീപിടുത്തം. കായലിൽ കെട്ടിയിട്ടിരുന്ന 10 ബോട്ടുകൾ കത്തിയമർന്നു. ബോട്ടുകൾക്കുള്ളിലെ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ തീവ്രത കൂട്ടി. കൊല്ലം സിറ്റി ACPക്ക് അന്വേഷണ ചുമതല. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദത്തിനിടെ അപമാനിക്കപ്പെട്ട വയോധികന് വീട് വെച്ച് നൽകി CPIM. ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞ കൊച്ചുവേലായുധന് പുതിയ വീടൊരുങ്ങിയത് 75 ദിവസത്തിനുള്ളിൽ. തെരഞ്ഞെടുപ്പിന് ശേഷം താക്കോൽ കൈമാറും.
ഗോവ അർപ്പോറയിലെ നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർക്ക് ദാരുണാന്ത്യം. ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നത് അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച്. കടുത്ത നടപടിയെടുക്കുമെന്ന് അപകട സ്ഥലം സന്ദർശിച്ച ശേഷം ഗോവ മുഖ്യമന്ത്രി. ഇൻഡിഗോയിലെ സർവീസ് പ്രതിസന്ധിയിൽ നേരിയ ആശ്വാസം. 95% സർവീസുകളും സാധാരണ നിലയിലായെന്ന കമ്പനി. യാത്രക്കാരുടെ ക്ഷമ പരീക്ഷിച്ച സർവീസ് റദ്ദാക്കലിൽ അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ വെച്ച് DGCA. ഇൻഡിഗോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ നാളെ പ്രത്യേക ചർച്ച. ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുടക്കമിടും. രാജ്യസഭയിൽ അമിത്ഷാ നേതൃത്വം നൽകും. ചർച്ചയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് 10 മണിക്കൂർ. പലാഷ് മുച്ചലുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി സ്മൃതി മന്ദാന. പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ. ഇരു കുടുംബങ്ങളുടെയും സ്വകാര്യതയെ മാനിക്കണമെന്ന സ്മൃതി. ഇനിയുള്ള ലക്ഷ്യം രാജ്യത്തിനായി കിരീടങ്ങൾ നേടുകയാണെന്ന് ഇന്ത്യൻ വനിതാ ടീം വൈസ് ക്യാപ്റ്റൻ. ഗുജറാത്തിൽ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 20-കാരൻ കുഴൽക്കിണറിൽ ചാടി ജീവനൊടുക്കി. ആത്മഹത്യയ്ക്ക് വഴിവെച്ചത് EMI-യിൽ ഫോൺ വാങ്ങുന്നതിനെ ചൊല്ലി പിതാവുമായി ഉണ്ടായ തർക്കം. മൃതദേഹം പുറത്തെടുത്തത് 9 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ. ആം ആദ്മി പാർട്ടിയുടെ ഗുജറാത്ത് ജോഡോ റാലിക്കിടെ MLAക്ക് നേരെ ചെരുപ്പേറ്. കോൺഗ്രസ് പ്രവർത്തകൻ ഛത്രപാൽ സിംഗിന്റെ പ്രതിഷേധം. ഗോപാൽ ഇറ്റാലിയയ്ക്ക് നേരെ. ഛത്രപാലിനെ മർദ്ദിച്ച് ആം ആദ്മി പ്രവർത്തകർ. ഇറാനിൽ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ മാരത്തണിൽ പങ്കെടുപ്പിച്ചതിന് സംഘാടകർക്കെതിരെ കേസ്. ജുഡീഷ്യറിയുടെ നടപടി ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ കേസെടുത്തത് പൊതുനിയമങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ സമാധാന പദ്ധതി ചർച്ചകളിൽ പുരോഗതിയെന്ന വ്ളാഡിമിർ സെലൻസ്കി. ട്രംപിന്റെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയെന്നും യുക്രൈൻ പ്രസിഡന്റ്. സമാധാന ശ്രമങ്ങൾക്കിടയിലും കനത്ത ആക്രമണം തുടർന്ന് റഷ്യ. മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി പ്രണയത്തിലെന്ന് സ്ഥിരീകരിച്ച് വിഖ്യാത ഗായിക കാറ്റി പെറി. ഔദ്യോഗിക പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ. പങ്കുവച്ചത് ജപ്പാൻ യാത്രയുടെ ചിത്രങ്ങൾ. തിയേറ്ററുകളിൽ തീ പാറിച്ച കള്ളങ്കാവൽ ചിത്രം ഏറ്റെടുത്തതിന് പ്രേക്ഷകരോട് നന്ദി പറഞ്ഞ് മമ്മൂട്ടിയും വിനായകനും. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നന്ദി നന്ദി നന്ദി, എല്ലാവർക്കും നന്ദി. ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ 15 കോടിക്ക് മുകളിലെന്ന് റിപ്പോർട്ട്. കേരളത്തിന് പുറത്തും മികച്ച പ്രതികരണവുമായി കുതിപ്പ്. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫ് IFFK-യുടെ ജൂറി ചെയർപേഴ്സൺ. ഇറാൻ ഭരണകൂടത്തിന്റെ ശിക്ഷാ നടപടി നേരിട്ട റസൂലോഫ് നിലവിൽ ജർമ്മനിയിൽ. ചലച്ചിത്രമേള തുടങ്ങുന്നത് ഈ മാസം 12 മുതൽ. വിവാഹവേദിയിൽ രാഷ്ട്രീയ വൈര്യം മറന്ന നേതാക്കളുടെ നൃത്തം. മഹുവ മൊയ്ത്രയും സുപ്രിയ സുലെയും കങ്കണ റണാവത്തും ഡാൻസ് ചെയ്യുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. നേതാക്കൾ എത്തിയത് നവീൻ ചിണ്ടാലിന്റെ മകളുടെ വിവാഹ ആഘോഷത്തിൽ. ലിവർപൂൾ മാനേജ്മെന്റിനെതിരെ തുറന്നടിച്ച് സൂപ്പർ താരം മുഹമ്മദ് സല. മനഃപൂർവ്വം ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് പരസ്യ വിമർശനം. തോൽവികൾക്ക് തന്നെ ബലിയാടാക്കാൻ നീക്കം. പ്രതികരണം തുടർച്ചയായ മത്സരങ്ങളിൽ ബെഞ്ചിലിരുത്തിയതോടെ. ഫോർമുല 1-ൽ ചാമ്പ്യനെ ഇന്നറിയാം. അവസാന മത്സരമായ അബുദാബി ഗ്രാൻഡ് പ്രിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നോറിസ്, വെർസ്റ്റാപ്പൻ, ഓസ്കർ എന്നിവർക്ക് കിരീട പ്രതീക്ഷ. മത്സരം വൈകിട്ട് 6:30.